ഇത്രയും കാശുണ്ട്. ചിലപ്പോ ഒരു ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ നമ്മുടെ കാശും കൊടുക്കാൻ നമ്മള് മുറിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് മുറിക്കണത്, അച്ഛനാണ് മുറിക്കണത്. അപ്പൊ നമുക്ക് മുറിക്കാം. കമോൺ. കൊറേ അധികം കാശുണ്ട് കേട്ടാ. കണ്ടാ ഏറ്റവും കൂടുതൽ നോട്ടാണുള്ളത്. നോട്ടാണുള്ളത് പൂരത്തിന് മുറിക്കാന്ന് കരുതിയത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ആവശ്യം വന്നപ്പോ ഇന്ന് മുറിക്കുന്നു. അപ്പൊ മുറിക്കാൻ്റെ വീഡിയോ ആണ്. വായോ വായോ. അപ്പൊ ഗൈസ് നമ്മുടെ അച്ഛൻ മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അച്ഛനാട്ടം മുറിക്കണത്. വയോ 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 വാ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ കാശും കുടിക്കൊക്കെ ഇത്ര കാശായത്. വേറെ ഒന്നല്ല, നാളെ തൊട്ട് വിശേഷങ്ങളുടെ വിശേഷമാണ്. ഈസ്റ്റർ, ന്യൂ ഇയർ, ദുഃഖവെള്ളി, പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അനിയത്തിയുടെ കല്യാണം, പിന്നെ 18-ാം തീയതി പൂരം, അന്ന് തന്നെ പെരുന്നാൾ, അതിൻ്റെ പിറ്റേ ദിവസം വേല, പിന്നെ എന്നിട്ട് ആ പൊടിമോളുടെ ബർത്ത്ഡേ, അങ്ങനെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് എന്താ പറയുക കാശും കൊടുക്കല്. ഇത്രയും കാശ് എന്ന് വെച്ചാൽ മാക്സിമം 2000 രൂപ കാണണം. അപ്പം നമ്മുടെ ബഡ്ജറ്റ് പൊട്ടിപ്പോയി. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് മുറിക്കാണ്. അപ്പം ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൂരത്തിന് മുറിച്ചിട്ട് ഇതിലുള്ള പൈസ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പോൾ നോക്കി മുറിക്കണം. ഇത് 2 മാസത്തെ സമ്പാദ്യമാണ്. ഞാൻ തുറന്നിടാം. അപ്പോൾ തീവാടി അപ്പോൾ ഇത്ര കാശുണ്ട്. ശരി, ഇത് കാണാം. ഇത്രയും കാശുണ്ട്. ചിലപ്പോ ഒരു 3000 ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 2 മാസത്തെ സമ്പാദ്യമാണ്. ഇതിൽ എത്ര ഉണ്ടെങ്കിലും അത്രയും നല്ലത്. അപ്പൊ ഇത് എണ്ണി നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഡ്രസ് തയ്ക്കാൻ കൊടുത്ത് മേടിക്കണം. പിന്നെന്താ പറയാ, അപ്പൊ കൊറേ ഉണ്ട്. അപ്പൊ നമുക്കിത് എണ്ണി തിട്ടപ്പെടുത്തി ഇത് കൊണ്ടുപോയി കടയിൽ കൊടുത്ത് വേണം, നോട്ടാക്കി എടുത്തിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പൊ എൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടാ. അപ്പൊ നമുക്കിത് എണ്ണി തിട്ടപ്പെടുത്തി എന്തൊക്കെയുണ്ട്, എത്ര പൈസ ഉണ്ട് എന്നൊക്കെ നോക്കാം. എത്ര കാശുണ്ടായാൽ അത്രയും നല്ലത്. 3000-ന്റെ മുകളിലേക്ക് ഉണ്ടായാൽ നമുക്ക് അത്രയും നല്ലത്. അപ്പൊ ആദ്യം നമുക്ക് 50-ന്റെ നോട്ടിൽ നിന്ന് തുടങ്ങാം. അടുത്തേക്ക് പോവാ, കാശ് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പറയാലോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കാശ് കൊടുക്കൽ ഇത്രയും കാശൊക്കെ ഇടുന്നത്. അതായത് യൂട്യൂബിൽ 50 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 ദിവസമാകുമ്പോഴേക്കും അത് പൊളിക്കുക, എടുക്കുക, അതങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ എന്താ പറയുക, ഒരു 10, 25, 50, 20, 50-ന്റെ നോട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ സുട്ടുമോന് ഡ്രസ്സ് എടുക്കണം. 2.5 മാസത്തെ തോന്നുന്നുണ്ട്. 2.5 മാസത്തെ സേവിങ് ആണ് ഇട്ടത്. അപ്പോൾ എന്താ പറയുക, സന്തോഷം. ഇനി ഇത് എണ്ണി തിട്ടപ്പെടുത്തി അത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ സന്തോഷമാവുക. 3000-ന്റെ മുകളിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. 2000 ഉണ്ടെങ്കിൽ 2000 ഉണ്ടാവും എന്തായാലും. 50-ന്റെ നോട്ട് തന്നെ ഒരു 1000 രൂപ ഉണ്ടാവണം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പൊടിമോളാതി 20-ന്റെ നോട്ട് മാത്രം മാറ്റി വയ്ക്കൂ. അച്ഛൻ 50-ന്റെ കേട്ടാ. അപ്പം അതിൻ്റെ ഇടയിൽ 200-ന്റെ ഉണ്ട് കേട്ടാ. 200 മാത്രം. 200-ന്റെ ഉണ്ട്. 50 കുറേ ഉണ്ട് കേട്ടാ. 50 എനിക്ക് തോന്നുന്നത് 1000 വരെ മുകളിലുണ്ടാവും തോന്നുന്നു. 20 കുറേ ഉണ്ട്. 50 കുറേ ഉണ്ട്. 20 ഏറ്റവും കൂടുതൽ. പിന്നെ അങ്ങോട്ട് ചില്ലറ പൈസ. അപ്പോൾ ഇത് വീഡിയോ എല്ലാവരും കാണണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ബമ്പർ തിരിയിലത്തെ അവൻ്റെ പേര് എന്നിട്ടടിക്കുമ്പോൾ കാർത്തിക് സൂര്യ ഇതുപോലെ യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് ചില്ലറ പൈസ കൊണ്ടുപോയിട്ട് ഐഫോണൊക്കെ മേടിച്ചു. പക്ഷേ നമുക്ക് ഐഫോണൊന്നും മേടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഡ്രസ്സ് തയ്ച്ച് മേടിക്കണം. പിന്നെ മോനെ ഡ്രസ്സ് എടുക്കണം. പിന്നെ ഒരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. പിന്നെ പൊടിമോളുടെ ബർത്ത്ഡേ ആണ്, അതിന് കേക്ക് മേടിക്കണം. അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതാക്കണത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ആയും ചെയ്തു കാണിച്ചു.
ഗായ്സ് എന്റെ 20ന്റെ നോട്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. 20 തൊട്ട് കഴിഞ്ഞു. അപ്പൊ ഇത് എണ്ണി എത്ര നിങ്ങൾ പറഞ്ഞത് പറയട്ടെ, ഇതിൽ എത്ര ഇട്ടത് വെറുതെ പറയും കമന്റിട്ടാ, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ 50ന്റെ നോട്ട് 50ന്റെ നോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, 50ന്റെ നോട്ട് ഉണ്ട്. 20ന്റെ നോട്ട് ഇപ്പോഴൊന്നും കഴിയില്ല കേട്ടോ. 50ന്റെ നോട്ട് ഉണ്ട്. അപ്പൊ അമ്മയാണ് വീഡിയോ എടുക്കണം, പൊന്നൂസിന് വീഡിയോ എടുക്കണം കേട്ടോ. അത് കാരണം അത് ഞാൻ ബുദ്ധിപൂർവ്വം ഞാൻ സ്റ്റിക്കുമ്മ വെച്ച് കഴിഞ്ഞാൽ പൊന്നൂസ് അടിച്ചു മാറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ പൊന്നൂസിന്റെ കയ്യിൽ കൊടുത്ത് പൊടീനെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ക്യാമറയിൽ ശ്രദ്ധിച്ചോളോ. എനിക്ക് അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റില്ല, ചിലപ്പോ 50ന്റെ ഒക്കെ മണ്ടൊക്കെ പോവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ, നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കീറിയ 10ന്റെ ഒക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. ഞാൻ കുറെ പേര് പറ്റിച്ചു. നമ്മള് വല്ലയിടത്ത് കൊണ്ടു കൊടുക്കുമ്പോഴാണ് ഈ പീഡിയക്കാർ അപ്പടി ഇത് കീറി ഉണ്ടല്ലോ എടുക്കില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ തിരക്കും പേളത്തില് പീഡിയെന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത്ര 50ന്റെ തൊട്ട് കിട്ടിയിട്ട് ഒരു എന്താ പറയാ 1000 ഉണ്ടാവും തോന്നുന്നു, 100ന്റെ. പിന്നെ പൊടിമോള് 20ന്റെ ആയി കഴിഞ്ഞിട്ടില്ലേ? പൊടിമോള് 20ന്റെ ഉണ്ട്. അപ്പൊ പച്ചയും ചോപ്പ് എന്തിട്ടിലേക്ക് ആവട്ടെ. അപ്പൊ ഭയങ്കര സന്തോഷം. ഇനിയുണ്ടാ? അപ്പൊ 50 കുറേ. അപ്പൊ നമ്മള് നമ്മുടെ 1 ലക്ഷം ഉണ്ട്. അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കണതിന്റെ ഇടയില് എനിക്കും എണ്ണണം എന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് വന്നിട്ടുണ്ട് കേട്ടാ. അടിച്ചു മാറ്റാനുള്ള സകല പരിപാടികളും ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളോ. നിങ്ങൾ ഇവിടെ അടിച്ചു മാറ്റുണ്ടോന്ന് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്തോട്ടോ. ഒരാൾക്കാർ അമ്മയും മോളും ശരിയല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാട്ടാ. ഇവരൊന്നല്ലാട്ടാ, ഇവരൊക്കെ കൊണ്ടുപോയി മിഠായി മേടിച്ച് തിന്നലാണ് ഇവരുടെ മെയിൻ പണി. ഒന്ന് ശ്രദ്ധിച്ചോളോ, നോക്കിലോ. 2 ക്യാമറ ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഞാൻ അങ്ങനെ നോക്കിയിരുന്നാൽ ശരിയാവില്ല, ഒരു അടിക്ക് മാറ്റും. അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാട്ടാ. ബാക്കിതേ അപ്പം നമുക്ക് കുറച്ച് 50ന്റെ നോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ പിന്നെ 10ന്റെ എന്റെ 20 ഇതിരായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടാ. എന്റെ 50ന്റെ നോട്ട് പറന്ന് പോണു. കീറിയ നോട്ട് എടുക്കണോ? കീറിയ നോട്ടൊക്കെ എടുക്ക്. അമ്മാമിക്ക് ബസ്സിന് കൊടുത്ത്, ബസ്സാർക്ക് കൊടുത്ത് പറ്റിക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അമ്മേ എന്റെ 20 നോട്ട് കഴിയാറായിട്ടാ. ഞങ്ങളുടെ കാശും കൊടുക്ക. കഴിയാറായില്ലേ? കഴിയാറായ? കഴിഞ്ഞു. പച്ച നോട്ട് ഞാൻ ശ്രദ്ധിക്കണം. 20ന്റെ നോട്ട് കഴിയാറായി. എന്റെ പച്ച നോട്ട് 20ന്റെ കഴിഞ്ഞിരിക്കണ കണ്ടാ, ഇത്രക്ക് ഉണ്ട് ട്ടാ. ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കറിയുണ്ടാവേ. അപ്പോൾ നമ്മള് 50ന്റെ 20ന്റെ 10ന്റെയും എണ്ണിയിട്ടില്ല, എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലറയമ്മയ്ക്ക് എടുക്കാം. അപ്പോൾ പൊടിമോള് 5ന്റെ കല്ലെടുക്കാം, അച്ഛൻ 10ന്റെ കല്ലെടുക്കാം. നിന്നെ തൊടിയിപ്പിക്കില്ല, അത് ഈ ആൾ ശരിയല്ല. അപ്പോൾ ഇനി ചില്ലറയമ്മയ്ക്ക് കിടക്കാം. അപ്പോൾ ഇത് അട്ടിട്ട് വെച്ച്, അല്ല അട്ടില്ല, വലിയ ആൾക്കാർ പറയണ പോലെ അഹങ്കാരം അത് ഒതുക്കി വെച്ചപ്പോൾ ബാക്കി വന്ന് 100 ഇട്ടാ. ഒരു 2 100 ഉണ്ടായിരുന്നു, ഒരു 100 വെച്ച്. ഇതെണ്ണി ഇത് 50ന്റെ 1400 ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു 100ന്റെ വെച്ചപ്പോ 1500 ആയി. പിന്നെ ഇതെണ്ണിയിട്ടില്ല. ഇനി നമുക്ക് ചില്ലറയിലേക്ക് കിടക്കാം. അപ്പൊ പൊടിമ്പി 10ന്റെ എടുക്കട്ടാ, അല്ല 5ന്റെ, അച്ഛൻ 10ന്റെ. അപ്പൊ നമുക്ക് 10ന്റെയിലേക്ക് കിടക്കാം. ഇതില് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനത്തെ കോയ ഉണ്ടെങ്കിൽ 10 ലക്ഷം കിട്ടും, 5 ലക്ഷം കിട്ടും എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ കോയിനോള് എന്താ പറയാ, പല ടൈപ്പ് കോയിനോളുണ്ട്. നമുക്ക് ഉടായ്പാണ്, ആരൊന്നും അതിലൊന്നും പോയി ചാടരുത്. അതിൻ്റെ പരിപാടി എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ പറയും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. അതിനുശേഷം അവർ നമ്മൾ ഫോൺ ചെയ്യും, നിങ്ങളുടെ പൈസ റെഡിയാണ്, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2000 രൂപ വേണമെന്ന് ആദ്യം പറയും. അപ്പോൾ നമ്മൾ ഇത്രയും 15 ലക്ഷമൊക്കെ കിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2000 ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പിന്നെ വേറെ എന്തൊക്കെ പറയും, അത് മറ്റേതാണ് മറിച്ചാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും 10000 കൂടി ഇതാവുകയാണെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഉടായ്പാണ് കേട്ടോ ആ പരിപാടിയിൽ. അപ്പോൾ ആരും ഇത് ചെയ്യരുത്. ഇത് ഞങ്ങൾ ചെയ്തിട്ടല്ല, വേറെ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊന്നും ആരും പോയി ചാടരുത്, ഒക്കെ ഉടായ്പാണ്. ഉടായ്പകൾ ഏത് രീതിയിലാണെന്നുള്ളത് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ ഇരുന്ന് കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്ന ഓരോ ഇടപാടുകളാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പരിപാടിയിലേക്കൊന്നും ആരും നിൽക്കരുത്. മാന്യമായി
എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ ചെയ്യണ പോലെ കുറെ കോമഡി വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കാട്ടെ. അധ്വാനം തന്നെ കുറെ പേര് കളിയാക്കാനുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതും ഒരു അധ്വാനമാണ്. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ ചെയ്തു പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാണ്ടിരുന്ന യൂട്യൂബ് നമുക്കൊന്നും തരില്ല. നമുക്കാകെ കൂടി പ്രീതിപ്പെടുത്തുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയും പിന്നെ യൂട്യൂബിൻ്റെ മുതലാളിനെയാണ്. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. ഇപ്പം ഈ കളിയാക്കുന്നവർ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഞങ്ങളുടെ വീട്ടിൽ കാശും കൊടുക്കുക ഉണ്ടായിട്ട് ഇത്ര രൂപ 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ തന്നെ തല്ലി പൊട്ടിച്ച് ഇതാക്കും. അപ്പോൾ ഞങ്ങൾ ഈ യൂട്യൂബിലേക്ക് വന്നോട് കൂടിയാണ് ഇത് ഇരിക്കുന്ന പൈസ ഒക്കെ ഞങ്ങൾക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയത്. അതായത് ഞങ്ങളുടെ കടങ്ങളും കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ദിവസം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ 20-50-100 ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സമ്പാദിക്കാൻ പറ്റിയത്. സമ്പാദിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ വലിയ സംഭവം എന്നല്ല, എന്നാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. എന്താ കാരണം ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരു 10,000-3500 ആവശ്യമുണ്ട്. അപ്പോൾ ആ ആവശ്യത്തിന് ഞങ്ങളുടെ കാര്യം നടന്നു. അത് ഈ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. പിന്നെ നല്ലവരായ ഞങ്ങളുടെ കുറേ ഒരുപാട് സബ്സ്ക്രൈബറായ നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ കറുപ്പ് വന്നിട്ട് കാശെണ്ണാൻ. അപ്പോൾ 10ന്റെ കല്ലൻ കാണിക്കുമ്പോൾ നമ്മുടെ 5ന്റെ കല്ലൻ നമ്മളിത് എവിടെ? അപ്പോൾ 10ന്റെ കല്ലൻ 5ന്റെ കല്ലൻ കേട്ടാ. ഇനി പൊടിമ്പ് 1ന്റെ എടുക്ക്, 2ന്റെ എടുക്കണം. പച്ച 1ന്റെ എടുക്കട്ടാ. അപ്പോൾ ഇനി 1, 2ന്റെ മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എണ്ണിയിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു 5000 പ്രതീക്ഷിക്കുന്നു. അതിലും കൂടുതൽ 5000 ഉണ്ടാവില്ല. ഇതന്നെ 1000 കഴിഞ്ഞ് പിന്നെ 20ന്റെ ഒക്കെയാ. എന്നാലും 20ന്റെ കല്ലുണ്ടാവട്ടെ മുമ്പില് ശ്രദ്ധിക്കണം. അപ്പോൾ 20ന്റെ അതെ 20ന്റെ ഇതേക്കണ്ട 20ന്റെ ഉണ്ട് കേട്ടോ. അതൊക്കെ കല്ലനോട് തെറ്റുള്ള കാരനെ ചിലപ്പം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കാർത്തിക് സൂര്യക്ക് കിട്ടിയാത്ത വ്യൂസ് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കാശ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 ലക്ഷം പേരെങ്കിലും കണ്ടാൽ നമുക്ക് അടുത്ത മാസം നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ കാശ് എണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ കാശ് ഇത് അമ്മയാണ് എണ്ണി, പൊന്നൂസാണ് എണ്ണിയത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. പൊന്നൂസ് ഇതിൽ 1400 ഉണ്ടെന്ന് പറഞ്ഞു. 100 ഞാൻ കൂട്ടി വെച്ചു. എന്നാലും ഒന്ന് എണ്ണി നോക്കാം. ഇതിപ്പോൾ മറ്റേ വല്ലേ എന്താ എൻ്റെ പേര് കാശി എണ്ണി ഉബേദ് തന്നെ. ഉബേദിൻ്റെ അടുത്ത് കാശി എണ്ണ എങ്ങനെയായിരിക്കും എന്നുള്ളൊരിത് കാണാൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 എന്ന് പറയുമ്പോൾ എത്ര കൊണ്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ ഇത് കറക്റ്റായിരുന്നു. അപ്പോൾ 1400 പ്ലസ് ഒരു 100 വെച്ച്. അപ്പോൾ ഇത് 1500 കേട്ടോ. അപ്പോൾ ഇത് 1500 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 20ന്റെ എണ്ണം. 20ന്റെ പകുതി തീർത്തെണ്ണ കേട്ടോ. ഞാൻ ഇത്തിരി കണക്കിൽ ബാക്കിലോട്ടായ കാരണം നിങ്ങൾ കുറ്റം പറയരുത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 കറക്റ്റ്. 40 എന്ന് പറയുമ്പോൾ എത്ര 10 എന്ന് പറയുമ്പോൾ 200 40 800 രൂപ അല്ലേ. അപ്പോൾ ഇത് 800 രൂപ കേട്ടോ. ഇത് 800. അപ്പോൾ 800ഉം 1500. ഞാൻ അടുത്ത എണ്ണ കേട്ടോ. ഇടയ്ക്ക് ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. 30 എന്ന് പറയുമ്പോൾ 600 അല്ലേ. അപ്പോൾ 800ഉം 600ഉം 1400. അപ്പോൾ 1100 കൂടെ ഇല്ല ഇവിടെ അപ്പം 3000. അപ്പോൾ 3000 ആയിട്ട് അപ്പോൾ അതെ. അപ്പോൾ 3000 ഓക്കെ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 10ന്റെ നോട്ടിലേക്ക് ഇറങ്ങാം. 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100. അപ്പോൾ ഈ ചില്ലറ നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ 100. അപ്പോൾ ഇത് 100 കേട്ടോ. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 200 രൂപ കേട്ടോ. അപ്പോൾ 10ന്റെ 400 5ന്റെ 200
ഇത് രണ്ടിൻ്റെ 200. അപ്പോൾ 400, 200, 600, 600, 200, 800 ട്ടാ. ഇനി ഒറ്റ കോയൻ 59 ഞാൻ എണ്ണീതാ 59. അപ്പൊ 89 രൂപ ഇതുണ്ടെന്ന് പറയുന്നുണ്ട് കുമ്പ്. ഏത് ഒറ്റ കോയൻ 89 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പൊ മൊത്തം നമുക്ക് എത്ര കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയാം. ഒന്നും കൂടി വരില്ലേ? അങ്ങനെ 1500. ഇത് എത്ര 4100 ഏത് ഈ ചില്ലറ 4100, 4300, 4300, 4500. അപ്പോൾ ഗായ്സ് നമുക്ക് 4550 ചില്ലറയും പിന്നെ ഇവിടെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ 20ന്റെ കല്ലനൊന്നും എണ്ണിയിട്ടില്ല. അപ്പം മൊത്തം നമുക്ക് 4600 രൂപ അല്ലേ? 4000. ഇതൊന്നും എണ്ണണില്ല. അപ്പം 4800 അല്ലേ പറഞ്ഞ? അല്ല എത്ര പറയുമ്പോ 5000 എണ്ണലുള്ള ഇത്രയും കാശ് കണ്ട ആവേശത്തില് നമ്മളെ എണ്ണൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ ഇത്രയും കാശ് കിട്ടി. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രചോദനം ആവുകയാണെങ്കിൽ പ്രചോദനം ആയിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നതിൽ രസമില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ കാശും കൊടുക്കയിൽ ഇട്ട് വെച്ച് സമ്പാദിക്കാൻ പറ്റി. കളിയാക്കുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്. ഞങ്ങളുടെ 2 മാസത്തെ സമ്പാദ്യമാണ്. കാശും കൊടുക്കയിൽ ഇട്ട് വെച്ചാൽ 2 മാസത്തെ സമ്പാദ്യമാണ് ഇതൊക്കെ കേട്ടാ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പാഠം എന്ത് പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ടാൽ നമുക്ക് കാശും കൊടുക്കലും കാശുണ്ടാക്കാം എന്നുള്ളൊരു ഇത് മാത്രം നമുക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഇത് പറയണല്ലോ. കളിയാക്കണവർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ 2 മാസത്തെ സമ്പാദ്യം, അതായത് 2 മാസത്തെ ഞങ്ങൾ കാശും കൊടുക്കൽ ഇട്ട് വെച്ച സമ്പാദ്യം, പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെയാണ്. അപ്പോൾ കളിയാക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ട് കളിയാക്കുക. ഞങ്ങളൊരിക്കലും അഹങ്കാരം കൊണ്ട് പറയല്ല. നിങ്ങൾക്കും ഇതുപോലെ സമ്പാദിക്കാം. അല്ല, നമ്മളെ കളിയാക്കുന്ന ആൾക്കാരെടുത്ത് കളിയാക്കാത്ത ആൾക്കാർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയുന്നു. കളിയാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാശ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾ ഇതുപോലെ 2-3 മാസം കൂടി കഴിഞ്ഞ് ഒരു കാശ് പൊട്ടിക്കും, വീണ്ടും പൊട്ടിക്കും. അപ്പം ഇനി ഇതിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസ മാറ്റി വെച്ചിട്ടുള്ളടുത്ത് നമ്മൾ ഇനിയും കാശും കൊടുക്കുക മേടിക്കും. 3 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു കാശും കൊടുക്കാൻ ഞങ്ങൾ പൊട്ടിച്ച് നിങ്ങൾക്ക് ഇത്രയും കാശിനെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ച്. അപ്പോൾ കുമ്പ് വന്നിട്ടാണെങ്കിൽ ബാക്കി പറയാം. അപ്പൊ നമ്മുടെ ഇത്രയും കാശ് കിട്ടിയിട്ട് ഒരു 5000ന്റെ അടുത്തെത്തിയും തോന്നുന്നുണ്ട്, അറിയില്ല. ഒന്നുകൂടി വെപ്രാളത്തില് ഇത്രയും കാശ് കണ്ട വെപ്രാളത്തില് ഞങ്ങൾക്ക് ചേർക്കല്ല. അപ്പൊ ഇത് ഇനി കൊണ്ടുപോയി ചേഞ്ച് ആക്കി മാറ്റണം. അപ്പൊ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പൊടി കുമ്പോ. അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക, പറഞ്ഞു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.